ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 265. നമ്മൾ 59ാമത്തെ ഉപനിഷത്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. തൈത്തിരീയ ഉപനിഷത്തിൽ അതിൽ ശിക്ഷാവല്ലിയിലെ അനുവാദം 4. ശിക്ഷാവല്ലി എന്ന് പറയുമ്പോൾ വിദ്യയായിട്ട് അഭ്യസിക്കുന്നു. വിദ്യ എന്ന് വേദം പഠിക്കുക, സയൻസ് പഠിക്കുക, എന്ത് പഠിക്കുമ്പോഴും അതിന് അടിസ്ഥാനപരമായി വേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ആദ്യം വേണ്ട എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഭാഷ പഠിക്കണം. ഏത് ഭാഷയിലാണോ നമ്മൾ വിഷയം പഠിക്കാൻ പോകുന്നത് ആ ഭാഷ പഠിക്കണം. ഉദാഹരണം കെമിസ്ട്രി പഠിക്കുകയാണെങ്കിൽ മലയാളത്തിലുള്ള മലയാളം മീഡിയം ആണെങ്കിൽ മലയാളം പഠിക്കണം. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം. സംസ്കൃതത്തിൽ എഴുതിയ വേദമാണെങ്കിൽ സംസ്കൃതം പഠിക്കണം. അപ്പം ഏതിലാണോ പഠിക്കുന്നത് ആ ഭാഷ, സംസ്കൃത ഭാഷത്തിൽ എഴുതിയാലും അത് വിവർത്തനം ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഭാഷയിൽ ലഭ്യമാണ്. ഇംഗ്ലീഷിലാണ് വിവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ട്, മലയാളത്തിലാണ് വിവർത്തനമെങ്കിൽ മലയാളത്തിൽ പഠിക്കണം. അതാണ് അടിസ്ഥാനപരമായ ഒരു കാര്യം. പിന്നെ നമ്മൾ കണ്ടത് പഠിക്കുന്നില്ലാത്ത വ്യാകരണങ്ങളെല്ലാം പെടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടത് ഗുരുവും ശിഷ്യനും കൂടിയിട്ടാണ് ശാസ്ത്രം പഠിക്കുന്നത്. രണ്ടുപേരും പഠിക്കുകയാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച രഹസ്യം മുഴുവൻ അടങ്ങിയതാണ് ശാസ്ത്രം. അത് ഒരാൾക്ക് മുഴുവൻ പഠിച്ചു തീർക്കാനൊന്നും ഈ ആയുസ്സിൽ പറ്റില്ല. ഏതെങ്കിലും വിഷയം പഠിക്കാന്നല്ലാതെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്രവും പഠിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഒരു വിഷയം തന്നെയാണെങ്കിൽ ഇപ്പം എൻജിനീയറിംഗ് ആണെങ്കിൽ തന്നെ അതിന് അത്ര അറ്റം വരെയുണ്ട്. അപ്പം ഗുരുവായാലും ശിഷ്യനായാലും രണ്ടുപേരും പഠിക്കുകയാണ്. ഗുരു കുറേ പഠിച്ചു. ഗുരു എന്ന് പറഞ്ഞാൽ പഴഞ്ഞ തലമുറയായിരിക്കും. അവൻ കുറേ പഠിച്ചു കഴിഞ്ഞിട്ട് ശിഷ്യനെ പഠിപ്പിക്കുമ്പോൾ ശിഷ്യൻ പുതിയ തലമുറയാണ്. അവൻ ആ തലമുറയിൽ കുറേയെല്ലാം വേറെയെല്ലാം പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഗുരുവും ശിഷ്യനും കൂടി ഒന്നിച്ച് പഠിച്ചിട്ട് വേണം സത്യം കണ്ടെത്താൻ. ഗുരു പഠിച്ചത് പണ്ട് കാലത്ത് ഗുരു പഠിപ്പിച്ചെന്തായിരുന്നു? സൂര്യഭൂമിയെ ചുറ്റുന്നു. അത് ശിഷ്യനെ പഠിച്ചു. പക്ഷേ ശിഷ്യൻ അത് ചിന്തിച്ചു ഭൂമിക്ക് ചുറ്റാമല്ല വേണ്ടിക്കില്ല. അങ്ങനെ രണ്ടുപേരും മറുത്ത് ചിന്തിച്ചിട്ടാണ് പിന്നെ ശരിയായ ശാസ്ത്രം കണ്ടെത്തിയത്. അതുപോലെ ഗുരുവും ശിഷ്യനും കൂടിയിട്ടാണ് പുതിയൊരു ശാസ്ത്രതത്വം പുറത്തേക്ക് വരേണ്ടത്. അങ്ങനെയാണ് ലോകം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ കാലത്തെ അധ്യാപകന്മാർ പഠിപ്പിച്ചത് പുതിയ തലമുറക്കാരൻ അതിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ ശരിയായതിലേക്ക് കടക്കും. നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഗുരു പറയുന്നതല്ല അതേപോലെ അത് വിശ്വസിച്ചോളണം. അങ്ങനെയല്ല. ഗുരുവിന് എല്ലാ ജ്ഞാനവും തികഞ്ഞതല്ല. അങ്ങനെ അക്കാലത്തേതുള്ളതിൽ അങ്ങേര് പഠിച്ചിട്ടുണ്ട്. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിലാണ്. അപ്പം അവനാണ് അതിനെ കുറച്ചും കൂടിയും ശരിയായ അർത്ഥത്തിൽ അങ്ങനെയാണ് വേദങ്ങളും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വരികയാണ് നമ്മളിപ്പോൾ. പണ്ടുള്ളവരെ പറഞ്ഞൊന്നുമല്ല നമ്മളിപ്പോൾ വേദത്തിൽ കാണുന്നത്. അതാണ് രണ്ടാമത്തേൽ നമ്മൾ കണ്ടത്. മൂന്നാമത്തേൽ നമ്മൾ കണ്ടത് മൂന്നാമത്തേത് കാണാൻ പോവുകയാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ അനുവാദം 4-ലാണുള്ളത്. ഒന്നാമത്തേൽ ബ്രഹ്മത്തെ പറ്റിയുള്ള ഒരു പരാമർശം നടത്തിക്കൊണ്ടാണ് പോയിരുന്നത്. ബ്രഹ്മം എന്താണ്? പ്രപഞ്ചം എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് എന്നുള്ള ഒരു അടിസ്ഥാന തത്വം പറഞ്ഞുകൊണ്ടാണ് ഓങ്കാരത്തിലൂടെയാണ് ഇതിലേക്ക് കടന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേലാണ് വിദ്യനെ പറ്റിയും വിദ്യ പഠിക്കുമ്പോൾ ആദ്യം ഭാഷ പഠിക്കേണ്ടതും മൂന്നാമത്തേൽ ഗുരുവും ശിഷ്യനും കൂടിയിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇനി നാലാമത്തേൽ എന്താണ് പറയുന്നത് നോക്കാം. നാലാമത്തേൽ പഠിപ്പിക്കുന്ന ഗുരുവിന് വേണ്ട അതേപോലെ ഒരു പ്രതിജ്ഞ ചൊല്ലുന്ന മാതിരിയുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ഇന്നും പഠിച്ചു കഴിഞ്ഞാൽ ഗുരുനാഥൻ പഠിപ്പിക്കാൻ ഒന്നിനു വേണ്ടി പ്രവൃത്തിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ ചൊല്ലും. അതായത് എഞ്ചിനീയർ ആയാലും ഡോക്ടറായാലും എല്ലാം ഒരു സത്യപ്രതിജ്ഞ എടുക്കണം.
ഞാൻ ഇങ്ങനെയെല്ലാം ഈ പഠിച്ചത് ഉപയോഗിച്ചോളാം. അപ്പോൾ ഒരു ഗുരുനാഥൻ പഠിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു സത്യപ്രതിജ്ഞ രൂപത്തിൽ ആരെ മുൻനിർത്തിയാണ് എടുക്കുന്നത് ഇവിടെ നമുക്കതിലേക്ക് നോക്കാം. ഇതിൽ പരമേശ്വര പ്രാപ്തിക്കായുള്ള ശാരീരികവും മാനസികവുമായ ശക്തി ലഭിക്കുവാൻ വേണ്ടി പരമേശ്വരൻ്റെ നാമമായി ഓംകാരം പ്രാർത്ഥനയിൽ ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നു. ആദ്യം ഗുരുനാഥൻ ഓം എന്ന് തുടങ്ങിക്കൊണ്ടാണ് എല്ലാം തുടങ്ങേണ്ടത്. വിദ്യ എല്ലാം പഠിപ്പിക്കാൻ തുടങ്ങുന്നതും ഏത് മന്ത്രം തുടങ്ങുമ്പോഴും ഓം എന്ന് തുടങ്ങിയിട്ട് തുടങ്ങണം. ഓം എന്ന് പറയുന്നത് ആദിമ മന്ത്രമാണ്. പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ ഉണ്ടായ രീതി ചുരുക്കി പറയുന്നതാണ് ഓം എന്നത് നമ്മൾ മുമ്പ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആ ബ്രഹ്മത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ തുടങ്ങാൻ. എനിക്ക് വേണ്ടിയല്ല. ഞാൻ കർമ്മം ചെയ്യുമ്പോൾ ഞാനിപ്പം ഡോക്ടറായാൽ ഞാൻ ഡോക്ടറാണ്, ഇനി ഞാൻ ചികിത്സിക്കാൻ പോകുന്നു, ഈ ഒരു എനിക്ക് എൻ്റെ ആ നിലയിൽ പോകരുത്. ആ പരമാത്മാവിൽ നിന്ന് തുടങ്ങി തന്നെ പോകണം. ഓമിലൂടെയാണ് പ്രപഞ്ചമുണ്ടായത്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. കാരണം ഓം എന്നത് വേദോക്തമായ പരമേശ്വര നാമങ്ങളിലെല്ലാം ശ്രേഷ്ഠവും സർവരൂപവുമാകുന്നു. ഓമിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. നാം ഉണ്ടായതും ആ ഓമിലൂടെയാണ്, ആ ബ്രഹ്മത്തിൽ നിന്നാണ്. അത് ഒരു തുടർച്ചയായ പ്രോസസ്സാണ്. ആ കർമ്മങ്ങൾ ചെയ്യുവാനാണ് പ്രപഞ്ച നിയമങ്ങൾ, ബ്രഹ്മത്തിൽ നിന്നുമുണ്ടായ പ്രപഞ്ച നിയമങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അപ്പം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതാണ് ഓം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ നിന്ന് തുടങ്ങണം. നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ തുടർച്ചയായിട്ട് കർമ്മങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തികളാണ്. നമ്മളെ മുമ്പിൽ ഗുരുക്കന്മാരുണ്ടാവും. അപ്പം നമ്മളിലൂടെ അങ്ങനെ അങ്ങ് അത് പോവുകയാണ്. എല്ലാം ആ നോളേജ് കൈമാറിക്കൊണ്ട് പോവുകയാണ്. പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോഴുണ്ടാകുന്ന ആ ജ്ഞാനം. ഓരോ മന്ത്രത്തിൻ്റെയും ആദിയിൽ ഓംകാരം ഉച്ചരിക്കപ്പെടുകയാണെങ്കിൽ അത് സമ്പൂർണ്ണ വേദോക്തങ്ങളുടെ ഉച്ചാരണ ഫലം ലഭിക്കുന്നു. സമ്പൂർണ്ണ വേദങ്ങളുടെ ഉച്ചാരണത്തിൻ്റെ ഫലം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ വേദം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന തത്വം ബ്രഹ്മമാണ്. ഈ പ്രപഞ്ചമെല്ലാമായി മാറിയത്. അത് പ്രപഞ്ചമായി മാറാൻ വേണ്ടിയിട്ട് ഒരു സയൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്നിട്ട് ഒരു പുരോഗതിയുടെ ഒരു നല്ലൊരു ലോകം സൃഷ്ടിക്കുകയാണ്. ആ കർമ്മത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനും ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഓരോ വേദമന്ത്രങ്ങളും പറയുമ്പോൾ, വേദമന്ത്രം തുടങ്ങുമ്പോൾ ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് പോകണം. അതായത് നമ്മൾ ആ പ്രക്രിയയുടെ ഭാഗം മാത്രമാണ്, അല്ലാതെ ഞാനെന്നൊരു ചിന്ത വെച്ചിട്ട് പോകരുത്. കാരണം ഓംകാരം നാമവും പരമേശ്വരൻ നാമിയുമാണ്. അപ്പം ഓമിലൂടെ ലക്ഷ്യമിടുന്നത് പരമേശ്വരനാണ്. ഓം നാമവും പരമേശ്വരൻ നാമിയുമാണ്. അപ്പം ആ പരമേശ്വരനെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. അത് അല്ലാതെ പരമേശ്വരന എന്ന് പറഞ്ഞുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി, ബ്രഹ്മം തന്നെയായി, എല്ലാ ജ്ഞാനവുമായി. അതുകൊണ്ട് അത് വെച്ച് തുടങ്ങുക. അതിനാൽ രണ്ടും പരസ്പരം അഭിന്നമാണ്. കാരണം ഒന്ന് നാമവും ഒന്ന് നാമിയും. പ്രണവസ്വരൂപമായ പരമാത്മാവ് അഖിലത്തിൻ്റെയും പരമേശ്വരനാണ്. ആ പരമാത്മാവാണ് അഖിലത്തിൻ്റെയും പരമേശ്വരൻ. അതിനാൽ അതിന് ഇന്ദ്രൻ എന്ന പേരിലും പ്രസിദ്ധമാണ്. അതുതന്നെയാണ് ഇന്ദ്രൻ എന്ന നിലയിലും പ്രസിദ്ധമായിരിക്കുന്നത്. ആ നിലയിലാണ് വേദങ്ങൾ ഇന്ദ്രനെയാണ് പ്രധാന ദേവനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ എന്ത് കർമ്മത്തിൻ്റെ പിന്നിലുമുള്ള ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രനാണ് എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രനെ മുൻനിർത്തി ചെയ്യുക. ആ ഇന്ദ്രൻ എൻ്റെ മേധാശക്തിയാൽ എന്നെ സമ്പന്നമാക്കട്ടെ.
അവിടെ ഇന്ദ്രൻ എന്നത് പരമേശ്വരൻ തന്നെയാണ്. അങ്ങനെ ഒരു ഉയർന്ന നിലയിലാണ് വേദം ഇന്ദ്രനെ കാണുന്നത്. എന്നാൽ ഏറ്റവും വലിയ ദേവൻ ഇന്ദ്രനാണ്. പക്ഷേ പുരാണ കഥകളിലെല്ലാം വരുമ്പോൾ ഇന്ദ്രൻ കുറേ താഴോട്ട് പോയി. പുരാണ കഥകളിൽ അവിടെ ബ്രഹ്മത്ത് തന്നെയാണ്, നിർഗുണമായ ബ്രഹ്മത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം താഴത്തോട്ടേക്ക് പൂർണ്ണമായി എടുക്കുമ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങിയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ദ്രൻ കുറച്ച് താഴോട്ടേക്ക് പോകുന്നു. ധാരണാശക്തിയാൽ സമ്പന്നമായ ബുദ്ധിയുടെ നാമം മേധ എന്നാണ്, അല്ലെങ്കിൽ സാരം മേധ എന്നാണ്. മേധാശക്തി, ധാരണാശക്തിയിൽ സമ്പന്നമായ ബുദ്ധി. ധാരണാശക്തിയോടുകൂടിയ ബുദ്ധിക്കാണ് മേധ എന്ന് പറയുന്നത്. ആ ധാരണ എന്തെന്നാൽ പരമാത്മാവ് ഞാൻ പഠിച്ചതും ഗ്രഹിച്ചതുമായ കാര്യങ്ങൾക്ക് എന്നിലൂടെ ശക്തി നൽകി എന്നെ സമ്പന്നമാക്കണം. എല്ലാ തരത്തിലുള്ള ജ്ഞാനത്താലും സമ്പന്നമാക്കണം. അപ്പോൾ പരമേശ്വരൻ, ഈ പരമേശ്വരൻ, അതായത് പ്രപഞ്ചം സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിവിശേഷം തന്നെ, ആ ശക്തിവിശേഷം ഞാൻ പഠിച്ചതും, ഇത് ഗുരു എടുക്കുന്ന സത്യപ്രതിജ്ഞയാണ്. അപ്പം ഗുരു പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചതും ഗ്രഹിച്ചതുമായ കാര്യങ്ങൾ, അപ്പം ഗുരു എന്തെല്ലോ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമാകില്ല. കാരണം അതുകൊണ്ടാണ് പണ്ടത്തെ ഗുരുക്കന്മാരെല്ലാം സൂര്യൻ ഭൂമിയെ ചുറ്റുന്നു എന്ന് പഠിച്ചു വെച്ചത്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എന്തായാലും ഏതോ ഒന്ന് ചുറ്റുന്നുണ്ട് എന്ന നിലയിൽ ശരിയാണ്, അല്ലാതെ സൂര്യൻ ചുറ്റുന്ന എന്ന അർത്ഥത്തിലല്ല. പക്ഷേ ചുറ്റുന്നുണ്ട് എന്നൊരർത്ഥത്തിൽ അത്രയെങ്കിലും ജ്ഞാനം അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പരമാത്മാവ് എന്ത് വേണം? ഞാൻ പഠിച്ചതും ഗ്രഹിച്ചതുമായ കാര്യങ്ങളുടെ ശക്തിയാണ്. എൻ്റെ ശക്തി എന്ന് പറയുന്നത് ഞാൻ പഠിച്ചതും ഗ്രഹിച്ചതുമാണ്. ഒരു ഗുരുനാഥൻ്റെ ശക്തി അയാൾ പഠിച്ചതും മനസ്സിലാക്കിയ അർത്ഥവുമാണ്. ആ ശക്തിയാൽ എന്നെ സമ്പന്നമാക്കണം. അപ്പം ഗുരു ജ്ഞാനത്തിൽ സമ്പന്നമാണ്. എത്രത്തോളം? അയാൾ പഠിച്ചതും ഗ്രഹിച്ചതുമായ കാര്യം വെച്ച് ആ ശക്തിയാലാണ് അയാൾ സമ്പന്നനാകുന്നത്. ഒരു ഗുരുവെ ഗുരുവായൂരാക്കുന്നത് അയാൾ എന്തെല്ലാമോ പഠിച്ചതും എന്തെല്ലാമാണോ അതിനെ മനസ്സിലാക്കി വെച്ചതും അതിൻ്റെ ശക്തിയാലാണ്. ആ മനസ്സിലാക്കിയത് 100% ശരിയാണെങ്കിൽ അയാളുടെ ജ്ഞാനം ഉറച്ചതാണ്. അത്ര ശരിയല്ലെങ്കിൽ പിൽക്കാലത്ത് അയാൾ പഠിപ്പിച്ചതിനെല്ലാം ശിഷ്യന്മാരെടുത്ത് ദൂരെ കളയും. അപ്പം ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഗുരു തുടങ്ങേണ്ടത്. എന്നിട്ടോ പിന്നെന്ത് വേണം? ഞാൻ അങ്ങയുടെ കൃപയാൽ അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നവനാക്കണേ. അങ്ങയുടെ കൃപയാൽ, അങ്ങ് വിചാരിച്ചാൽ മാത്രമേ എൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അങ്ങ് വിചാരിക്കുകയാണ് ഇവൻ ശരിയായ നിലയിൽ ചിന്തിക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിയായ നിലയിൽ ചിന്തിക്കുക. അതുകൊണ്ട് അങ്ങയുടെ കൃപയാൽ അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ വഹിക്കുന്നവനാക്കണേ. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാനല്ല, എന്നിലുള്ള ഒരു ശക്തിവിശേഷമായ ബ്രഹ്മമാണ് ഞാൻ എന്ന നിലയിലുള്ള ചിന്തയോടുകൂടി എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് പഠിപ്പിക്കുവാനുള്ള കഴിവ് എനിക്ക് തരണം. എൻ്റെ ഹൃദയത്തിൽ ബ്രഹ്മം ഇരിക്കുന്നു എന്ന് വെച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരുടെ ഹൃദയത്തിലും ബ്രഹ്മം തന്നെയാണുള്ളത്. അപ്പം എൻ്റെ ജോലി എന്താണ്? എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ വേദം പഠിക്കാൻ താല്പര്യമുള്ളവർ. വേദം പഠിക്കാൻ താല്പര്യമുള്ളവർ ഏതാണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ. ശൂദ്രന്മാർക്ക് പഠിക്കാൻ താല്പര്യമില്ല. എന്നാലും വേദം പറയുന്നുണ്ട് എല്ലാവരും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ. അതുകൊണ്ടാണ് ഇന്ന് പഠിക്കുന്ന കാലത്ത് കുട്ടികൾ 10 വരെ പഠിച്ചോണമെന്ന് നിർബന്ധം വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് തോപ്പിക്കലെല്ലാം നിർത്തിയത്. തോപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ പല ആൾക്കും
പഠിക്കാൻ കഴിവില്ലാത്തവരാണ്, അല്ലെങ്കിൽ അതിനുള്ള എന്തോ കുഴപ്പമുണ്ട് ആ സമയത്ത്. അതുകൊണ്ടാണ് എന്തെങ്കിലും പഠിച്ചാലും വേണ്ടിയില്ല, എന്തെങ്കിലും പഠിക്കട്ടെ എന്ന് വെച്ചിട്ട് 9ാം ക്ലാസ് വരെ തള്ളി വിടുന്നത്. 10ലെത്തുമ്പോൾ പിടിക്കും. അപ്പോൾ അടിസ്ഥാനപരമായി എല്ലാവരും പഠിക്കണം. അത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർ എല്ലാവരും പഠിക്കണം. അതിനാണ് വേദം പറയുന്നത് എല്ലാവരും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യട്ടെ, എത്ര വരെ. പക്ഷേ ശൂദ്രന്മാർ പഠിക്കാൻ പോകുന്നില്ല. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ എന്ത് ജാതിയല്ല, ഒരു വിഭാഗം അങ്ങനെയാണ്. അവർക്ക് പഠിക്കുന്നതിൽ തീരെ താല്പര്യമില്ല, അവർക്ക് സേവനത്തിലാണ് താല്പര്യം. അപ്പോൾ അവരെ നിർബന്ധിക്കണ്ട. പക്ഷെ മറ്റുള്ളവർ പഠിക്കാൻ കഴിവുള്ളവരാണ്, അതുകൊണ്ട് അവർ പഠിച്ചേ പറ്റൂ. അടിച്ചങ്ങ് പഠിപ്പിക്കണം. ഏത്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ. കാരണം അവർ ആ ജോലി ചെയ്യാൻ പാടില്ല. ജോലി ചെയ്യേണ്ടിക്ക് പഠിച്ചല്ലേ പറ്റൂ. സേവനത്തിന് അതിന് അത്ര ആവശ്യമില്ല. സേവനം പലതരത്തിലുണ്ട്. അപ്പോൾ അങ്ങേ എൻ്റെ ഹൃദയത്തിൽ വയ്ക്കുന്നവനാക്കണേ. എൻ്റെ ഹൃദയത്തിൽ അങ്ങുണ്ടെങ്കിൽ ഞാൻ വരുന്നവരെയെല്ലാം പഠിപ്പിക്കും. പണ്ട് കാലത്ത് അത് പഠിപ്പിച്ചോ? ഇല്ല. വേദം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ മാത്രമേ തൊടിയിപ്പിക്കുമായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണത്? ഹൃദയത്തിൽ ആ ഈശ്വരൻ്റെ ഭാവനയില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ ആ ഈശ്വരനാണ് എന്ന അടിസ്ഥാന തത്വം പോലും, ഓം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ ആ ഈശ്വരനെ, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് എന്ന തത്വം മനസ്സിലാക്കാൻ പോലും ഗുരുക്കന്മാർക്ക് പറ്റിയില്ല. അങ്ങയുടെ ഉപാസനക്കായി എൻ്റെ ശരീരത്തെ രോഗമുക്തമാക്കണേ. അതിനുവേണ്ടി എന്ത് വേണം? അങ്ങയെ ഉപാസിക്കാൻ എൻ്റെ ശരീരം രോഗമുക്തമാക്കണേ. പഠിപ്പിക്കുന്ന ഗുരുനാഥന് രോഗിയാണെങ്കിൽ അയാൾ പഠിപ്പിച്ചാൽ ശരിയാവില്ല. രോഗിയായിരിക്കുന്ന ഒരാൾ പഠിപ്പിച്ചാൽ അയാൾക്ക് പഠിപ്പിക്കാനുള്ള മാനസിക സ്ഥിതി കിട്ടില്ല. അങ്ങനെയുള്ളൊരു രോഗിയെ അധ്യാപകന ക്ലാസ്സിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആടെ ഇരുന്നിരിക്കാതെ ചെയ്യും, എന്തെങ്കിലും പഠിക്കുകയും ചെയ്യും. പിന്നെ ആ ദിവസം വരില്ല ക്ലാസ്സിൽ, ആശുപത്രിയിലായിരിക്കും. അതുകൊണ്ട് ആദ്യം ശരീരശക്തി നൽകണേ എനിക്ക്. അതെല്ലാം ആര് തരേണ്ടതാണ്? ആ പരമേശ്വരൻ നൽകണേ എനിക്ക്. ആ ശരീരം നൽകണം, ശരീരശക്തി, രോഗമില്ലാത്ത അവസ്ഥയാക്കണേ എൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങ് വസിക്കും. എൻ്റെ ജിഹ്വയിൽ നിന്ന് വരുന്ന വാണി അങ്ങയുടെ മധുരകീർത്തിയാകുന്ന മധുരരസം ആസ്വദിക്കുന്നതായി ഭവിക്കണേ. എൻ്റെ വായിൽ ജിഹ്വയിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങുമായിട്ട് ബന്ധപ്പെട്ട മധുരരസമാകണേ. അങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? ശാസ്ത്രതത്വങ്ങളാകണേ. ബ്രഹ്മം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ജ്ഞാനമായിരിക്കണേ എൻ്റെ മനസ്സിൽ നിന്ന് വരുന്നത് പുറത്തേക്ക്. ജ്ഞാനം പുറത്തേക്ക് വരുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അല്ലാതെ അതും ഇതും പറഞ്ഞു കഴിഞ്ഞാൽ പലവർക്കും ഇഷ്ടപ്പെടില്ല. ഗുരുനാഥൻ്റെ ജോലി എന്താണ്? ജ്ഞാനം, ആ ബ്രഹ്മരഹസ്യം വായിലൂടെ മധുരതരമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവ്. എൻ്റെ ചെവികൾക്ക് മധുരതരമായ വാക്കുകൾ കേൾക്കാൻ ഇടവരണേ. ഞാൻ കേൾക്കുന്നതും അത്തരം സംഭവങ്ങളാണ്. ആരെങ്കിലും എനിക്ക് ദേഷ്യം വരുന്ന തരത്തിലുള്ള വാക്കുകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് ഭാര്യയായിട്ട് കലയിച്ച് അതും ഇതും കേട്ട് എല്ലാം വീട്ടിൽ ക്ലാസ്സിൽ വന്നിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും പഠിപ്പിക്കുക? പിള്ളേരെ വരടിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ചുവട്ടിൽ വരുന്ന വിഷയങ്ങളെല്ലാം നല്ലതായിരിക്കണേ. എൻ്റെ കണ്ണുകൾ ആചാര്യനിൽ നിന്നും ഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ കാണുവാനിടവരണേ. എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുന്നത് എൻ്റെ ആചാര്യൻ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാകണേ. അതായത് നമ്മൾ ആചാര്യൻ ഒരു കാര്യം പഠിപ്പിച്ചു, ഭൂമിയെ സൂര്യൻ ചുറ്റുന്നു പണ്ട് പഠിപ്പിച്ചത്. അപ്പം എൻ്റെ കണ്ണു എന്താണ്? നോക്കുമ്പോൾ ആ സൂര്യൻ ഭൂമിയെ ചുറ്റുന്നുണ്ട്. അപ്പം എനിക്ക് കുറച്ചും കൂടി കണ്ടതും ഗുരു പഠിപ്പിച്ചതും കാണുന്നതും തമ്മിൽ മാച്ചാകണേ എന്ന് പറയുകയാണ്. പക്ഷേ അത് തന്നെ ശരിയാണെന്നില്ല. പിന്നെ വേറൊരു ശിഷ്യൻ അത് ഭൂമിയാണ് ചുറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും കണ്ണ് തന്നെയാണ് നമുക്ക് കാണിച്ചത്. എങ്ങനെയാണ്? നമ്മൾ ട്രെയിനിലിരിക്കുമ്പോൾ നമ്മളെ ട്രെയിനാണ് പോകുന്നുണ്ടെങ്കിൽ മറ്റേ വണ്ടി അപ്പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി പോകുന്നതായിട്ട് തോന്നും. അപ്പം നമ്മളെ
വണ്ടിയാണ് പോകുന്നതെങ്കിലും നമ്മൾ കണ്ണുകൊണ്ട് തോന്നുന്നത് മറ്റേ വണ്ടി പോകുന്ന, നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി പോകുന്ന മാതിരി, അല്ലെങ്കിൽ മരങ്ങളെല്ലാം പോകുന്ന മാതിരിയാണ്. ആ സത്യം കണ്ണ് തിരിച്ചറിഞ്ഞാൽ ഭൂമി സൂര്യനെ ചുറ്റുന്നതിലും നമുക്ക് ആശയക്കുഴപ്പമുണ്ടാവില്ല. ഈ ഓങ്കാരം പരമേശ്വരൻ്റെ നിധിയാണ്. കാരണം ഈ പ്രപഞ്ചം ആ പരമേശ്വരനിൽ ലയിച്ചിരിക്കുന്നു. ഓമിൽ എല്ലാം ലയിച്ചിരിക്കുന്നു. അതെല്ലാം പണ്ട് ഓം പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെ എന്നത് ഇവിടെ പറയുന്നില്ല. നാമി നാമത്തെ ആശ്രയിച്ചിരിക്കുന്നവര് ആ പരമേശ്വരനെയാണ് ഓം എന്ന നാമം കൊണ്ട് സങ്കല്പിക്കുന്നത്. എന്നിലും നീ മനുഷ്യരുടെ ലൗകിക ബുദ്ധിയാൽ പൊതിഞ്ഞ് കെട്ടിവെച്ചിരിക്കുന്നു. എന്നെയും നീ മനുഷ്യരുടെ ലൗകിക ബുദ്ധിയാൽ, സാധാരണ മനുഷ്യരെല്ലാം ലൗകിക ബൗദ്ധിക ബുദ്ധി, അതായത് മായയാൽ കണ്ണ് മൂടപ്പെട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും മായയാൽ മൂടപ്പെട്ട് തന്നെയാണ് ഉള്ളത്. ഗുരുവിനും ബ്രഹ്മസാക്ഷാത്കാരം നേടിയിട്ടില്ല, മായയിൽ ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. പഠിപ്പിക്കുന്ന ഗുരുവും ബ്രഹ്മത്തെ പറ്റിയെല്ലാം പറയും. ഇപ്പം ഞാൻ ബ്രഹ്മത്തെപ്പറ്റി പറയുന്നുണ്ടെന്ന് വെച്ചിട്ടും ഞാനും മായയിൽ, എൻ്റെ കണ്ണ് മായയാൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാതെ യഥാർത്ഥത്തിലുള്ള ആ ബ്രഹ്മരഹസ്യമൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഞാനും മനുഷ്യരുടെ ഇടയിലുള്ള ലൈംഗിക ബുദ്ധിയാൽ പൊതിയപ്പെട്ടിരിക്കുന്നു. അത്തരം ലൗകിക തർക്കങ്ങളിൽ ഏർപ്പെടുന്നവന് അങ്ങേ മനസ്സിലാക്കാൻ കഴിയില്ല. ആ സത്യവും ഞാൻ ഓർത്തുകൊള്ളണം. ഈ ബൗദ്ധികമായി കാണുന്നതിൻ്റെ വെച്ചുകൊണ്ട് തർക്കിച്ച് നടക്കുന്നവർക്ക് ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റില്ല. മായയിലകപ്പെട്ടുള്ളവർ തർക്കിച്ചാൽ, തർക്കത്തിലേർപ്പെടുകയാണെങ്കിൽ അവർക്ക് ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പം തർക്കിക്കേണ്ട ആവശ്യമില്ല. നല്ല ബോധ്യമുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മൾ ആരെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തലയിടില്ല, അതിന് വിവരമില്ലാന്ന് വെച്ച് പോകും. നേരെ മറിച്ച് നമുക്കും അതിൻ്റെ ആശയക്കുഴപ്പം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തർക്കത്തിൽ കൊണ്ട് തലയിടുന്നത്. നമുക്ക് ആശയക്കുഴപ്പമൊന്നുമില്ല. 3 കൂട്ടണം 2 = 5 എന്ന് വരികയാണെങ്കിൽ ആരെങ്കിലും അവിടെ നിന്ന് തർക്കിക്കുന്നുണ്ടെങ്കിൽ അവർ വിവരമില്ലാതെ നോക്കും. 3 കൂട്ടണം 2 5 തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ടെങ്കിൽ, ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്ന 6 ആണെങ്കിൽ വേർത്തന്മാർ തർപ്പിക്കുമ്പം ഞാനും കയറി എന്ത് പറയും? എനിക്കും കുറച്ച് സംശയമുണ്ട്. ഉറപ്പൊന്നുമില്ലെങ്കിൽ ഞാനും അതിൻ്റെ അകത്ത് കൊണ്ട് തലയിടും. കാരണം എൻ്റെ ഉള്ളിലും ഒരു ചെറിയ സംശയം കിടക്കുകയാണ്. അപ്പം സംശയാലുക്കൾ, അപ്പം മായയിൽ അകപ്പെട്ടവരെല്ലാം ഒരു ആശയക്കുഴപ്പത്തിലാണ്. സത്യം തിരിച്ചറിഞ്ഞാറില്ല. അപ്പം അവർ തർക്കിക്കും. അങ്ങനെയുള്ള തർക്കത്തിനൊന്നും ഒരിക്കലും ഗുരുനാഥൻ പോകരുത്. ഗുരുനാഥന് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്ക് നല്ല ജ്ഞാനം ഉണ്ടായിരിക്കണം. അപ്പം തർക്കിക്കുന്നവരാണെങ്കിൽ, ലൗകിക കാര്യങ്ങൾക്കായി തർക്കിക്കുന്നവന് ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതിനാൽ ഹേ ദേവ, നിന്നിൽ നിന്നും വന്ന ഉപദേശത്തെ, ദേവനോട് പറയുകയാണ്, ബ്രഹ്മത്തോട് പറയുകയാണ്, നിന്നിൽ നിന്നും വന്ന ഉപദേശം ഏതിലൊക്കെയാണ് വന്നിരിക്കുന്നത്? വേദങ്ങളായിട്ടാണ്, വേദഗ്രന്ഥങ്ങളായിട്ടാണ്, ശാസ്ത്രം സയൻസായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെ സ്മരിച്ചുകൊണ്ട്, ആ ശാസ്ത്രത്തെ സ്മരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും, ആ ബ്രഹ്മം തന്നെയാണ് സത്യം, ആ ശുദ്ധമായ സയൻസാണ് വേദങ്ങൾ. ആ വേദങ്ങളിൽ സ്മരിച്ചുകൊണ്ടും അതിനെ അനുസരിച്ചുകൊണ്ടും എൻ്റെ ജീവിതം അവതരിക്കുവാൻ എന്നിൽ കൃപയുണ്ടാകണം. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ എന്നിൽ കൃപയുണ്ടാകണം. അപ്പം ഞാനിനി സംസാരിക്കാൻ പോകുന്നതെല്ലാം അങ്ങ് പഠിപ്പിച്ച ആ തത്വങ്ങളാണ്. അത് അനുസരിച്ചുകൊണ്ടാണ് ഞാൻ വേദം പഠിപ്പിക്കാൻ പോകുന്നത് എന്ന ഒരു മെൻറ്റാലിറ്റിയോടുകൂടി വേണം ഗുരുനാഥൻ വേദം പഠിപ്പിക്കാൻ ഇറങ്ങാൻ. അല്ലാതെ വേദപുസ്തകങ്ങളും എടുത്തു വെച്ച് ഇത് വേദവരികൾക്കൊന്നും അർത്ഥമില്ല എന്നുള്ള വാക്കും അടിച്ചു വിട്ടുകൊണ്ട് വായിക്കു തോന്നുന്ന, നാട്ടിൽ ജനങ്ങളെ പറ്റിക്കാൻ നടക്കുന്ന, ജനങ്ങളെ മയക്കാൻ വേണ്ടിയുള്ള പല കസത്തുകളും നടത്തുന്ന തരത്തിൽ ഗുരുനാഥൻ ആകരുത്. ഗുരുനാഥൻ സംസാരിക്കുന്നത്
വേദത്തിലുള്ള കാര്യങ്ങളായിരിക്കണം. അല്ലാതെ തൻ്റെ നാട്ടുകാരും വീട്ടുകാരും പറയാൻ വേണ്ടിയിട്ട് അതൊന്നും ആയിരിക്കരുത്. എന്ത് വായിൽ നിന്ന് സംസാരിക്കുമ്പോഴും വേദവരികളെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കും. ഇന്ന് ഒട്ടുമില്ലാത്തത്, അധികവും 99% വേദവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ ആത്മീയം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു പോകുന്നത്. കാരണം വേദം തന്നെ എന്തല്ല, ആത്മീയമല്ല, സയൻസ് പുസ്തകമാണ്. സയൻസിലെ ഒരു ഭാഗം തന്നെയാണ് ആത്മാവ്. ആത്മീയമല്ല. ആത്മാവ് എന്ന വാക്കിനെ പിടിച്ചിട്ടാണ് ആത്മീയം എന്ന് എന്തോല്ലോ ഉണ്ടാക്കി വിട്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ആത്മീയതയും ഇവിടെയില്ല. ആത്മാവുണ്ട്. ആത്മാവെന്നൊരു വാക്ക് വേദത്തിലുണ്ട്. അതിനെ പിടിച്ചുകൊണ്ട് ആത്മീയത എന്നും പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വെച്ച് കാച്ചുകയാണ്. സനാതനമെന്ന് പറഞ്ഞാൽ എന്തെന്നും നിലനിൽക്കുന്നത് ആ ബ്രഹ്മമാണ് എന്നൊരൊറ്റ തത്വമേ ഉള്ളൂ. വേദം എപ്പോഴും ഉറപ്പിച്ച് പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്നത് സനാതനം ബ്രഹ്മമാണ്. ഈ സത്യം പറയാൻ വേണ്ടിയാണ് സനാതനം ഉപയോഗിച്ചത്. അതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ സനാതന ധർമ്മം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എന്തെല്ലോ അടിച്ചുവിടി പറയുന്നവർക്ക് അറിയില്ല എന്താണ് ഈ സനാതന ധർമ്മം. എന്നെന്നും നിലനിൽക്കുന്ന ഒരൊറ്റ എന്നേ ഉള്ളൂ, ബ്രഹ്മം. ബാക്കിയെല്ലാം മായ. ഇത്രയേ അതിനർത്ഥമുള്ളൂ. പക്ഷേ നമ്മളിന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സനാതനം എന്ന് കേട്ട് എന്തെല്ലോ ആണെന്ന് വിചാരിക്കും. എന്താണെന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ചുക്കും അറിയില്ല. ഇങ്ങനെ ഓരോ വാക്കുകളെ പിടിച്ചുകൊണ്ട് എന്തെല്ലോ കവിഭാവനയിൽ അടിച്ചുവിടുക. അപ്പോൾ ഒന്നാമത്തെ മന്ത്രം ഇതാണ്. അടുത്ത മന്ത്രത്തിൽ സ്വന്തം ഐശ്വര്യത്തിനായി ഇത്തരത്തിൽ പ്രാർത്ഥിച്ച് അഗ്നിയിൽ ആഹൂതി ചെയ്യണം. പ്രാർത്ഥന ചെയ്തുകൊണ്ട് അഗ്നിയിൽ ആഹൂതി ചെയ്യണം. അഗ്നിയെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രതിജ്ഞ എടുക്കേണ്ടത്. പ്രാർത്ഥിക്കുക എന്നാണ് പ്രതിജ്ഞ എടുക്കുക. ഇന്നും ഒരു എഞ്ചിനീയറിംഗ് പാസ്സായാൽ ഒരു പ്രതിജ്ഞ എഴുതി കൊടുക്കണം, ഒരു പേപ്പറിൽ എഴുതി കൊടുക്കണം. അതുമാതിരി ഡോക്ടറാണെങ്കിലും ഒരു വക്കീലാണെങ്കിലും എല്ലാം വേണം, ഒരു പ്രതിജ്ഞ എടുക്കണം. മന്ത്രിസഭയിൽ കയറുമ്പോൾ ഒരു പ്രതിജ്ഞ, സത്യപ്രതിജ്ഞ ചെയ്യണം. അതൊന്ന് ഓർപ്പിപ്പിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ. ചൊല്ലുന്നത് ഇവിടെ അത് ചൊല്ലുന്നതേ ഉള്ളൂ. ഇതിന് വേറെ അർത്ഥമൊന്നും എടുക്കണ്ട. പക്ഷെ ആരെ മുൻനിർത്തിയിട്ടാണ്? അഗ്നിയെ മുൻനിർത്തിക്കൊണ്ട്. കാരണം നമ്മൾ കർമ്മമാണ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കർമ്മമാണ്. കർമ്മം ചെയ്യേണ്ടെങ്കിൽ ഊർജമുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആ ഊർജത്തെ മുൻനിർത്തി പ്രതിജ്ഞ എടുക്കുകയാണ്. എന്താണ് പ്രതിജ്ഞ? അല്ലയോ അഗ്നിയുടെ അധിഷ്ഠാതാവായ പരമേശ്വര, എനിക്ക് സ്വന്തം ആവശ്യത്തിന് വിഘ്നം വരാത്ത വിധം വസ്ത്രം, ഗോക്കൾ, ഭക്ഷ്യവസ്തുക്കൾ മുതലായവ എപ്പോഴും ദാനം ചെയ്യുക. എന്നെ കഷ്ടപ്പെടുത്തരുത്. കഷ്ടപ്പെട്ട് നരകിക്കുന്ന ഒരു അധ്യാപകന് പഠിപ്പിക്കാൻ കഴിയില്ല. വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിൽ എങ്ങനെയാണ് പഠിപ്പിക്കാൻ മനസ്സ് വരിക? എങ്ങനെയാണ് ജ്ഞാനം പഠിക്കുകയും പഠിപ്പിക്കുകയാണ് ഗുരുനാഥൻ ചെയ്യേണ്ടത്. അപ്പോഴുള്ളത് ഓരോ നിമിഷവും പഠിച്ചിട്ട് പഠിപ്പിക്കണം. അപ്പോഴാണ് കുട്ടികൾക്ക് അതിൻ്റെ ഗുണം കിട്ടുക. അപ്പോൾ എന്ത് വേണം? എൻ്റെ അല്ലയോ അഗ്നിയുടെ അധിഷ്ഠാതാവായ പരമേശ്വരൻ. അപ്പോൾ ഞാൻ അഗ്നി ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. അഗ്നിയുടെ അധിഷ്ഠാതാവായ പരമേശ്വരനെ അഗ്നിയായി കണ്ടുകൊണ്ട് ഊർജം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ യജ്ഞം ചെയ്യുകയാണ്. എൻ്റെ യജ്ഞം ചിലപ്പം പഠിപ്പിക്കലായിരിക്കും, അതിലൂടെ ദക്ഷിണ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ശമ്പളം കിട്ടുമായിരിക്കും. ആ ശമ്പളം എൻ്റെ സ്വന്തമാണ്, എൻ്റെ ആവശ്യത്തിന് തികയണം. ദക്ഷിണ ആരെങ്കിലും തന്നാൽ ആവശ്യത്തിന് തികയില്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് തികയ്ക്കുമ്പം പിന്നെ എനിക്ക് പഠിപ്പിക്കാൻ തോന്നില്ല. അതുകൊണ്ട് എനിക്ക് സ്വന്തം ആവശ്യത്തിന് വിളംബരം വരാത്ത വിധം വസ്ത്രം, ഗോക്കള്, ഭക്ഷ്യവസ്തുക്കൾ മുതലായവ എപ്പോഴും എനിക്ക് ദാനം നൽകണം. ഞാൻ വിറ്റ് പൈസ എടുക്കുകയല്ല, ദാനമായി തരുക നീ. ആരെങ്കിലും എനിക്ക് തരണം, എനിക്ക് ജീവിതം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതാണ് ദാനത്തിൻ്റെ ആവശ്യം. ദക്ഷിണ എന്നെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. നമുക്ക് ജീവിക്കണ്ടേ? കഷ്ടപ്പാടും ദുരിതത്തിലും ആകുമ്പോൾ എങ്ങനെയാണ് മനസ്സ് നല്ല നിലയിൽ വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റില്ല? അതുകൊണ്ട് ദാനമേ സ്വീകരിക്കാവൂ.
ദക്ഷിണയെ സ്വീകരിക്കാവൂ. ഇന്ന് ശമ്പളമാണ് എന്ന് പറഞ്ഞാൽ നടക്കുക. ഇന്ന് ശമ്പളം അതും എന്തിനു വേണം? നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വിളംബരം വരാത്ത വിധം വസ്ത്രം, ഗോക്കൾ, ഭക്ഷ്യവസ്തുക്കൾ മൂലവ എപ്പോഴും ദാനമായി ലഭിക്കണം. അവയെ അഭിവൃദ്ധിപ്പെടുത്തണം. കുറച്ച് അഭിവൃദ്ധി ഉണ്ടാകണം. നമുക്കും കുറച്ച് അഭിവൃദ്ധി വേണ്ടേ? എനിക്ക് ആടുപോലുള്ള രോമമുള്ളതുമായ മറ്റു മൃഗങ്ങളെയെല്ലാം ദാനമായി നൽകിയാൽ ഈ മന്ത്രം ചൊല്ലിയിട്ട് സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞു കഴിയുമ്പോൾ സ്വാഹ. നമ്മൾക്ക് ചോറെല്ലാം വെക്കാൻ പോകുമ്പോൾ കറി വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാം? അതിൻ്റെ അകത്ത് വെണ്ടക്കയും അരി ഉപ്പും എല്ലാം ഇട്ടിട്ട് അവസാനം എന്ത് ചെയ്ത് സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൂടി എടുത്തിട്ട് അതിൻ്റെ മേലെ വെക്കും. എന്നിട്ട് ആ തവി അതിൻ്റെ മേലെ സ്വാഹ. ഇനി അവിടെ കിടന്നിട്ട് നീ വേവ്. എൻ്റെ പരിപാടി കഴിഞ്ഞു. അതുമാതിരി മന്ത്രം ചൊല്ലിയിട്ട് സ്വാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പോലീസുകാർ വോക്കി ടോക്കിയിൽ ഇങ്ങനെ സംസാരിക്കുന്നതാണ്. ഓവർ ഓവർ, എപ്പോഴും ഓവർ ഓവർ. ഇതുപോലെയുള്ള ഒരു പ്രക്രിയയാണ്. ഈ മന്ത്രം ചൊല്ലിയിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് അഗ്നിക്ക് അർപ്പിച്ചിട്ട് സ്വാഹ പറഞ്ഞുകൊണ്ട് അഗ്നിയിൽ അർപ്പിക്കുക, ആഹൂതി അർപ്പിക്കുക. അടുത്ത മന്ത്രത്തിൽ ശിഷ്യനായിക്കൊണ്ട്, അപ്പം ഗുരുവിൻ്റെ കാര്യം പരമേശ്വരനോട് അപേക്ഷിക്കുകയാണ്, എനിക്ക് സാധിപ്പിച്ചു തരണേ. ഇനി പരമേശ്വരനെ, കാരണം എല്ലാം തീരുമാനിക്കുന്ന ഓമനിൽ നിന്ന് തുടങ്ങുന്നു. ഇവിടെ എന്ത് നടക്കുന്നത് എന്നെല്ലാം തീരുമാനിക്കുന്നത് ഗുരുവെങ്കിലും മനസ്സിലാക്കണം. ആ പരമേശ്വരനാണ് എനിക്ക് കുട്ടികളെ കൊണ്ടു തരുന്നതും പഠിപ്പിക്കാനുള്ള ബുദ്ധി തന്നതും മേധാശക്തി തന്നതും എല്ലാം പരമേശ്വരനാണെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. എന്ത്? അടുത്ത മന്ത്രത്തിൽ ശിഷ്യനായിക്കൊണ്ട് അഗ്നിയിൽ ഹവനം ചെയ്യുന്നതിനെ പറ്റി പറയുന്നു. അടുത്ത മന്ത്രം അയാൾ ചൊല്ലിയിട്ട് സ്വാഹ പറയേണ്ടത് ശിഷ്യനായിക്കൊണ്ടാണ്. എന്തു പറയണം? ഉത്തമ ബ്രഹ്മചാരികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യ അനുഷ്ഠിക്കുവാൻ അർഹതയുള്ളവരാരാണ്? എല്ലാവർക്കും ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം പറഞ്ഞ് ചെറുതിൽ പഠിക്കൽ തന്നെയാണ്. അപ്പം എല്ലാവർക്കും വരാം. കാരണം മനുഷ്യർക്ക് 4 അവസ്ഥ എന്ന് പറയുമ്പോൾ എല്ലാ ആശ്രമവും എല്ലാവർക്കും ഉണ്ട്. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം. പിന്നെ പഠിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷേ വേർതിയിൽ പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യർക്കാണ് 2ാം ജന്മമുള്ളത്. കാരണം അവരാണ് ശരിക്ക് ജ്ഞാനം നേടിപ്പോകുന്നവർ. അവർ പ്രയോഗിക്കേണ്ടവരാണ്. അതുകൊണ്ട് അവർക്ക് നിർബന്ധമാണ്. ഇപ്പം ബ്രഹ്മചര്യം ഇന്നാർക്ക് നല്ല എല്ലാവർക്കും ബ്രഹ്മചര്യമാണ്. ഇന്ന് 10ാം ക്ലാസ് വരെ എല്ലാവരെയും തള്ളിക്കൊണ്ടുപോവുകയാണ്, തോപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിപ്പാടെ നിന്നു. അതുകൊണ്ട് വേണ്ട, തോക്കണ്ട. ഇപ്പം എല്ലാവരും വേദം തന്നെ പറയുന്നത് എന്താണ്? സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ളവരും വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും. എല്ലാവരും പഠിക്കണം. പക്ഷേ നിർബന്ധം ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യർ, അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ യജ്ഞങ്ങളിലും പങ്കെടുക്കുന്നവർ. ബാക്കിയുള്ളവർ സേവനം ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. കർമ്മം ചെയ്യുമ്പോൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാൻ വരുന്ന കുട്ടികളിൽ ഗുരു ആഗ്രഹിക്കേണ്ടത് എന്താണ്? ഉത്തമ ബ്രഹ്മചാരികൾ എൻ്റെ അടുക്കൽ വിദ്യ നേടുവാനായിട്ട് വരട്ടെ. എപ്പോഴും നല്ല കുട്ടികൾ എൻ്റെ അടുത്ത് പഠിക്കാൻ വരട്ടെ. അത് ഗുരു ആഗ്രഹിക്കേണ്ട കാര്യമാണ്. കാരണം ഗുരു ഉദ്ദേശിക്കുന്നത് ജ്ഞാനം ഏറ്റവും കൈമാറാനാണ്. അപ്പോൾ നല്ല ആൾക്കാർ എൻ്റെ അടുത്ത് എത്തണം. എങ്കിലല്ലേ എനിക്കെന്ത് ചെയ്യാൻ പറ്റൂ? എൻ്റെ ജ്ഞാനത്തെ അവനിലൂടെ വർദ്ധിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഉത്തമമായ ബ്രഹ്മചാരികൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നുള്ള ശാന്തി മന്ത്രം ചൊല്ലി സ്വാഹ പറഞ്ഞുകൊണ്ട് അഗ്നിയിലാഹൂതി അർപ്പിക്കണം. രണ്ടാമത്തെ ചെയ്യേണ്ട നല്ല ബ്രഹ്മചാരികൾ, പഠിക്കാൻ കഴിവുള്ള കക്ഷികൾ. അല്ലാതെ വല്ല അച്ഛനമ്മമാർ പിടിച്ചിട്ട് തള്ളിക്കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജീവനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒക്കെ തലക്ക് പട്ടടി. അങ്ങേരെ ബുദ്ധി പോലും ഇല്ലാതായിപ്പോ ചില പിള്ളേർ വന്ന് പഠിക്കാൻ കഴിയാൻ ഭ്രാന്തടിക്കും.
അതുകൊണ്ട് നല്ല ബ്രഹ്മചാരികൾ അതല്ല ആരാ തീരുമാനിക്കുന്ന പരമേശ്വരനാണ് ഇവൻ്റെ അടുത്ത് ഇവൻ പോയി പഠിക്കട്ടെ എന്ന് തീരുമാനിക്കും. അതുകൊണ്ട് എന്നെ നല്ല കുട്ടികളെ എൻ്റെ അടുത്തേക്ക് അയക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അഗ്നിയിലാഹൂതി സ്വാഹ ചൊല്ലിയിട്ട് അഗ്നിയിലാഹൂതി അർപ്പിക്കുക. എന്നിട്ടെന്ത് പറയണം? എൻ്റെ ബ്രഹ്മചാരിയിൽ കാപട്യരഹിതമായിരിക്കണേ. ആ വരുന്ന ബ്രഹ്മചാരി കാപട്യമില്ലാത്തവനാകണേ. സ്ട്രെയിറ്റ് ഫോർവേഡ്, എല്ലാം ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ശരി പ്രവർത്തിക്കുന്നവനാകണം. കാപട്യമൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നിട്ടോ എന്ന മന്ത്രം ചൊല്ലിയിട്ട് രണ്ടാമത്തെ ആഹൂതി അർപ്പിക്കണം. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? നല്ല ബ്രഹ്മചാരികൾ കഴിവുള്ളവർ എൻ്റെ അടുത്ത് വരട്ടെ, എന്നിട്ട് ആഹൂതി അർപ്പിക്കുക. രണ്ടാമത്തെ ആഹൂതി എന്താണ്? കാപട്യമില്ലാത്ത ബ്രഹ്മചാരികൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് അഗ്നിയിൽ ആഹൂതി അർപ്പിക്കുക. മൂന്നാമത്തെ, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, അവിടെ കടന്നിട്ട് കയ്യുകാലും ഇട്ടടിക്കുന്ന വികൃതി കാണിക്കുന്നവനൊന്നും എൻ്റെ അടുത്തേക്ക് വരെ. പഠിപ്പിക്കുമ്പോൾ അവിടെ ഇവിടെയെല്ലാം നോക്കാം. കണ്ണ് അവിടെ ഇവിടെയും പോവും, ചെവിട് അവിടെ ഇവിടെയും പോവും, കൈ അവിടെ ഇവിടെയെല്ലാം പോവും, കാലവിടെ ഇവിടെയെല്ലാം പോവും. അങ്ങനത്തെ ബ്രഹ്മചാരികളൊന്നും അല്ല എൻ്റെ അടുത്ത് വരേണ്ട. നല്ല ഇന്ദ്രിയ നിഗ്രഹം ചെയ്തവരെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ബ്രഹ്മചാരികൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ആഹൂതി അർപ്പിക്കണം. നാലാമത്തത്, നല്ല ക്ഷമയെല്ലാമുള്ള വ്യക്തികൾ ബ്രഹ്മചാരികൾ എൻ്റെ അടുത്തേക്ക് വരണം. പിന്നെ അഞ്ചാമത്തത്, നല്ല മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ബ്രഹ്മചാരികൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ. ഇപ്പോഴത്തെ അപ്പോൾ രണ്ടാമത്തെ മന്ത്രം എന്തായിരുന്നു? നല്ല കുട്ടികൾ ബ്രഹ്മചാരികൾ, മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ള, എല്ലാം നല്ല ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള, പഠിക്കാൻ താല്പര്യമുള്ള, നല്ല കപടതയില്ലാതെ നല്ല ബ്രഹ്മചാരികൾ പഠിക്കാനായിട്ട് എൻ്റെ അടുത്ത് വരട്ടെ. ഇനി അടുത്ത മന്ത്രത്തിൽ ആചാര്യൻ തൻ്റെ ഹിതത്തിനായി ഹവനം ചെയ്യണം എന്ന് പറയുകയാണ് അഗ്നിയിൽ. എന്താണ്? ആളുകളുടെ ഇടയിൽ ഞാൻ യശസ്വിയാകണേ. അത് അങ്ങേരുടെ, എന്നെപ്പറ്റി സമൂഹത്തിൽ എല്ലാവർക്കും അവരുടെ ഇടയിൽ ഞാൻ യശസ്വിയാകണം. എൻ്റെ പേരും പ്രശസ്തിയെല്ലാം അവരുടെ ഇടയിൽ നിറയണം. അങ്ങനെയുള്ള കർമ്മങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പം പറയാം, ആ അധ്യാപകൻ വളരെ നല്ലതാണ്, എന്ത് ആത്മാർത്ഥമായിട്ടാണ് പഠിപ്പിക്കുന്നത്, അയാൾക്ക് നല്ല വിവരമുണ്ട്. അതെല്ലാം പരമേശ്വരനോട് ആവശ്യപ്പെടുകയാണ് ഈ മന്ത്രത്തിലൂടെ. എൻ്റെ യശസ് ലോകത്തിൽ പടരട്ടെ. എൻ്റെ യശസ്സിന് കളങ്കമേക്കുന്ന ആചരണങ്ങൾ ഒന്നും ഉണ്ടാകരുത്. എൻ്റെ യശസ്സിന് കളങ്കമുണ്ടാകുന്ന ആചരണങ്ങൾ ഒന്നും ഉണ്ടാകരുത്. ഞാൻ ആചരിക്കുന്ന ആചരണങ്ങൾ, ഞാൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ യശസ്സിന് കളങ്കമുണ്ടാക്കരുത്. അതായത് കഥയിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, കഴിവുള്ള ഒരുത്തൻ പോയപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട്, ഗുരുവേ എന്നെ ഒന്ന് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, നിന്നെ പഠിപ്പിക്കാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. പിന്നെ അവൻ ഏകലവ്യൻ സ്വന്തം കഴിവിനാൽ ഗുരുവിൻ്റെ പടവും വെച്ചിട്ട് സ്വയം പഠിച്ചു. ഏറ്റവും നല്ല വിദ്വാനായി കണ്ടപ്പോൾ, ഞാൻ പഠിപ്പിച്ച അർജുനെ കട്ടി ഇവൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞ് ദക്ഷിണ കൊണ്ടു, അതിൻ്റെ വിരൽ കൊണ്ടുപോകാൻ പ്രയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗുരുദക്ഷിണ. ഇതെല്ലാം കളങ്കമുണ്ടാക്കുന്ന ആചാരങ്ങളാണ്. അപ്പം എൻ്റെ യശസ്സിന് കളങ്കമേൽപ്പിക്കുന്ന ആചരണങ്ങൾ ഒന്നും ഉണ്ടാകരുത്. ഈ വിധ മന്ത്രത്തോടുകൂടി സ്വാഹ പറഞ്ഞുകൊണ്ട് അഗ്നിയിലാഹൂതി അർപ്പിക്കുക. ഇനി മഹാധനികന്മാരെ അപേക്ഷിച്ച് ഞാൻ അത്യധികം സമ്പന്നനായി ഭവിക്കണേ.
ഇതാണ് രണ്ടാമത്തെ ആഹൂതി. ഒന്നാമത്തത്, എനിക്ക് ലോകത്തിൽ യശസ് ഉണ്ടാകണം, കളങ്കമൊന്നും ഉണ്ടാകരുത്, കളങ്കമുള്ള ആചാരങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന തരത്തിലുള്ള ഒന്നാമത്തെ ആഹൂതി. രണ്ടാമത്തത്, ധനികന്മാരെ അപേക്ഷിച്ച് മഹാധനികന്മാർ, നല്ല ധനികന്മാർ, അതായത് എനിക്കും ധനമുണ്ടാകണം. എന്തിനു വേണ്ടിയിട്ട്? യജ്ഞം ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട്, ആവശ്യത്തിനുള്ള അത്യധികം സമ്പന്നമായി ഭവിക്കണേ. ഇത് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ അഗ്നിയിൽ ആഹൂതി അർപ്പിക്കണം. ഹേ ഭഗവാൻ, അങ്ങയുടെ ദിവ്യസ്വരൂപത്തിൽ എൻ്റെ ഉള്ളിൽ പ്രവേശിക്കണേ. പിന്നെ എന്താണ് മൂന്നാമത്തെ ആഹൂതി? അങ്ങ് തന്നെ എൻ്റെ ഹൃദയത്തിൽ ദിവ്യരൂപത്തിൽ പ്രവേശിക്കണേ. ദിവ്യസ്വരൂപത്തിൽ എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കണം. അത് പ്രവേശിക്കേണ്ട ആവശ്യം തന്നെയില്ല. എന്നിലുള്ളത് ആ ദിവ്യം ബ്രഹ്മം തന്നെയാണ്. പക്ഷെ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങേര് തന്നെ ചിന്തിക്കണം, ആ ഭഗവാൻ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന്. മാനസികമായി അങ്ങേക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകണം. ഗുരുവിന് ആ ഈശ്വരൻ ഇപ്പോൾ എന്നിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കണം. അതിനാണ് ഈ ആഹൂതി. നാലാമത്തത്, അങ്ങയുടെ ദിവ്യസ്വരൂപം എന്നിൽ സ്പഷ്ടമായും തീരട്ടെ. എന്നിട്ട് എനിക്ക് അങ്ങ് തന്നെയാണ് ഞാൻ എന്ന സ്പഷ്ട രൂപത്തിൽ എൻ്റെ ഉള്ളിൽ പ്രകാശിക്കണം. അപ്പം എനിക്ക് അങ്ങ് ഉള്ളിൽ പ്രവേശിച്ചതായി തോന്നുകയും വേണം. ഇനി ഗുരുവായിരിക്കുന്ന കാലത്തിൽ അങ്ങ് തന്നെയാണ് എന്നെ നയിക്കുന്നത്, ഞാൻ അങ്ങ് തന്നെയാണ്. ഗുരു തന്നെ ഈശ്വരന് സമാനമായി ഈശ്വരനായി മാറുകയാണ്. ആ ഒരു മാനസികാവസ്ഥയിൽ ആ ഗുരു എത്തിച്ചേരണം. ഇനി അടുത്തത് അഞ്ചാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഹേ ഭഗവാൻ, അപ്പോൾ ആ ഈശ്വരന് എന്നിൽ പ്രവേശിച്ചിരിക്കുന്നു. ആ ഈശ്വരനാണ് ഞാനായിട്ടിപ്പോൾ എൻ്റെ മനസ്സിൽ വിളങ്ങുന്നത് എന്ന ചിന്തയോടുകൂടി അഞ്ചാമത്തെ ആഹൂതി അർപ്പിക്കേണ്ടത്, ഹേ ഭഗവാൻ, അങ്ങയുടെ നാനാരൂപമായ ആയിരക്കണക്കിന് ശാഖകളോടുകൂടി ആ രൂപത്തിൽ, അങ്ങയുടെ നാനാരൂപമായ ആയിരക്കണക്കിന് ശാഖകളോടുകൂടിയ ആ രൂപം, അതായത് ആ വിരാട രൂപം, ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് വിരാട രൂപത്തിൻ്റെ ഭാഗങ്ങളാണ്. അതായത് എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളും എൻ്റെ മുമ്പിലിരിക്കുന്ന കസേലയെല്ലാം അങ്ങനെ വിരാട രൂപത്തിൻ്റെ ഭാവമാണ്. അതായത് ബ്രഹ്മം തന്നെയാണ് ഈ മുന്നിൽ കസേലയായിട്ടും ഗുരുവായിട്ടും ശിഷ്യനായിട്ടും അല്ല ഇരിക്കുന്നത്. ഞാൻ ഓൾറെഡി ബ്രഹ്മമായി. എൻ്റെ മുമ്പിലിരിക്കുന്നതും ആ ബ്രഹ്മം തന്നെയാണ്, ഈശ്വരനാണ്. പല വേഷത്തിൽ കയറിയിട്ട് മണ്ടനായ കുട്ടിയായിട്ടും ബുദ്ധിമാനായ കുട്ടിയായിട്ടല്ല മുമ്പ് കയറിയിരിക്കുന്നത് എന്ന ധാരണ ഉണ്ടാകണം. എന്ന രൂപത്തിൽ ധ്യാനനിമഗ്നനായി വിശുദ്ധനായി തീരട്ടെ. ഞാൻ അങ്ങനെ ധ്യാനിക്കുന്ന അവസ്ഥയിലെത്തട്ടെ. എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളെല്ലാം ഈ മണ്ടനായിരിക്കുന്നവനും ഈ വികൃതിയായിരിക്കുന്നവനും ഈ കുഴിമടിയനും എല്ലാം അങ്ങ് തന്നെയാണ് എന്ന ഒരു ഭാവനയോടുകൂടി എനിക്ക് ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധനായിരിക്കുവാൻ പറ്റണം. ഇതും പറഞ്ഞുകൊണ്ട് സ്വാഹ പറഞ്ഞുകൊണ്ടാണ് അഗ്നിയിൽ ആഹൂതി അർപ്പിക്കേണ്ടത്. അഗ്നിസാക്ഷിയായിട്ട് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇനി അടുത്ത മന്ത്രത്തിൽ എന്താ പറയുന്നത് നോക്കാം. എപ്രകാരം സകല ജലങ്ങളും എല്ലായിടമുള്ള ജലം എന്താണ് ചെയ്യുക? താഴോട്ടേക്ക് ഒഴുകുന്നത്, ഒഴുകി സമുദ്രത്തിൽ ചേരുന്നത് പോലെ, എപ്രകാരം മാസങ്ങളെല്ലാം ഒഴുകി ഒഴുകി വർഷത്തിൽ വന്ന് ചേരുന്നത് പോലെ, അപ്രകാരം ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ബ്രഹ്മചാരികൾ എന്നിലേക്ക് വരികയും, അങ്ങനെ ഒരു വിശുദ്ധനായ ഒരു ഗുരു ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ബ്രഹ്മചാരികൾ വരും, എൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് വരും. അങ്ങനെ അവർ വരുമ്പോൾ ഞാൻ അവർക്ക് വിദ്യ ഉപദേശിച്ച്, അപ്പം ഞാൻ അവർക്കെല്ലാം വിദ്യ ഉപദേശിച്ച്
മംഗളകാരികളായ ഉപദേശങ്ങൾ, അവർക്ക് ഗുണം ചെയ്യുന്ന ഉപദേശങ്ങൾ നൽകി അങ്ങയുടെ ആജ്ഞയെ എൻ്റേതായി കണ്ട് നിറവേറ്റി ജീവിക്കാൻ അങ്ങ് അനുഗ്രഹിക്കുക. ഞാൻ അങ്ങയുടെ ആജ്ഞ എന്ന് പറഞ്ഞാൽ അങ്ങ് തന്ന ആജ്ഞ എന്താണ്? വേദങ്ങളിലൂടെ, ആ വേദങ്ങളെ, ശാസ്ത്ര രഹസ്യങ്ങളെ, പ്രപഞ്ച രഹസ്യങ്ങളുടെ അങ്ങയുടെ കർത്തവ്യം, എൻ്റെ കർത്തവ്യമായിട്ട് അങ്ങയുടെ ആജ്ഞ വേദരൂപത്തിൽ വന്നതിനെ എൻ്റെ കർത്തവ്യമായി കണ്ടുകൊണ്ട് ഞാൻ നിറവേറ്റി പഠിപ്പിച്ചിട്ട് ജീവിച്ചു കൊള്ളുവാൻ എന്നെ അനുഗ്രഹിക്കണം. ഇതാണ് ഗുരു എടുക്കേണ്ട പ്രതിജ്ഞ. ഹേ പരമാത്മാൻ, അങ്ങ് അഖിലത്തിൻ്റെയും വിശ്രമസ്ഥാനമാണ്. ഈ അഖില ലോകത്തിൻ്റെയും വിശ്രമസ്ഥാനമാണ് അങ്ങ്. ഇപ്പോൾ എനിക്കായി അങ്ങയുടെ ദിവ്യ സ്വരൂപത്തെ പ്രകാശിപ്പിച്ചു തരിക, എന്നെ സ്വീകരിക്കുക. അതുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ ദിവ്യ സ്വരൂപത്തെ എന്നിലൂടെ പ്രകാശിപ്പിക്കണം. അങ്ങ് എന്നിലൂടെ അങ്ങയുടെ ദിവ്യ സ്വരൂപമെല്ലാം പ്രകാശിപ്പിക്കുക. അപ്പം എന്നിലൂടെ എന്ത് ഗുരുനാഥൻ്റെ സ്വഭാവങ്ങൾ പുറത്തേക്ക് വരുന്നോ അത് അങ്ങയുടെ സ്വരൂപമായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ അങ്ങ് തന്നെ ആ ദിവ്യ രൂപത്തിൽ എന്നിൽ പ്രകാശിക്കണേ എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്നെ സ്വീകരിക്കണേ. അത്തരത്തിൽ എന്നെ സ്വീകരിച്ചുകൊണ്ട് അങ്ങ് ഒരു ഗുരുവായിട്ട് എന്നെ സ്വീകരിക്കണേ. എന്നിൽ അങ്ങ് തന്നെ അങ്ങയുടെ രൂപത്തിൽ എന്നിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് എന്നെ അങ്ങ് ഒരു ഗുരുവായിട്ട് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് 7ാമത്തെ ആഹൂതി അർപ്പിക്കുക. ഏതിൽ? അഗ്നിയിലേക്ക് അർപ്പിക്കുക. അപ്പം ഗുരുനാഥൻ ആദ്യം ഒരു സത്യപ്രതിജ്ഞ ചൊല്ലുകയാണ്. ആ തരത്തിൽ ഇങ്ങനെ കണ്ടാൽ മതി. നമ്മൾ ഇതെല്ലാം ഇന്ന് ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ തന്നെയാണ് ഇവിടെയും. ഇതെല്ലാം ചിലപ്പോൾ ഇതിൽ നിന്ന് കണ്ടു പഠിച്ചതായിരിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ